മോർണിംഗ് വോയ്സ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ശത്രുവിന്റെ പാളയത്തിലും ശ്രേഷ്ഠഭോജ്യമേകിടുന്നവൻ, ശത്രുവിന്റെ പാളയത്തിലും ശ്രേഷ്ഠഭോജ്യമേകിടുന്നവൻ, നന്മയും കരുണയൊക്കെയും നിത്യമെന്നെ പിന്തുടർന്നിടും. നന്മയും കരുണയൊക്കെയും നിത്യമെന്നെ പിന്തുടർന്നിടും. യാഹ് നല്ല ഇടയൻ, എന്നും എന്റെ പാലകൻ, ഇല്ലെനിക്കു ഖേദമൊന്നുമേ. യാഹ് നല്ല ഇടയൻ, എന്നും എന്റെ പാലകൻ, ഇല്ലെനിക്കു ഖേദമൊന്നുമേ. ഇന്ന് നമ്മോട് ധ്യാനചിന്ത പങ്കുവയ്ക്കുന്നത് സുശേഷകൻ വിൽസൺ വർഗീസ് തണ്ണിത്തോട്. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. മോർണിംഗ് വോയ്സിലൂടെ ഞങ്ങളെ ശ്രവിക്കുന്ന ഞങ്ങളുടെ ബഹുമാന്യ ശ്രോതാക്കൾക്ക് വീണ്ടും വരുന്ന ലോകരക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ പ്രഭാതവന്ദനം അറിയിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കണ്ട് ഉണരുവാൻ ദൈവം നമ്മെ സഹായിച്ചു. വചനത്ത് ഓർപ്പിക്കുന്ന പോലെ ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങിയാൽ ഞാൻ ഉണർന്നിരിക്കുന്നു പറയത്തക്ക വിധത്തിൽ ദൈവം നമ്മോട് കരുണ കാണിച്ച് ഒരു പുതിയ പ്രഭാതം നമ്മുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്ന ഓർത്ത് നമുക്ക് ദൈവത്തിന് മഹത്വമർപ്പിക്കാം. ഇന്ന് പ്രഭാതത്തിലെ വചന ധ്യാനത്തിനായി എബ്രായ ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യം വായിക്കുന്നു. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. ദൈവവചന കേൾവി ഏതൊരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒന്നാണ്. ഓരോ പ്രഭാതത്തിലും കർത്താവിൻ്റെ വചനം കേട്ടുകൊണ്ട് നാം ജീവിതം ആരംഭിക്കുന്നുവെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ദൈവത്തിൻ്റെ വചനം അത് നമുക്ക് നല്ല ഒരു വഴികാട്ടിയാണ്. ദൈവത്തിൻ്റെ വചനം നമ്മുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാണ്. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ആത്മീയ ദാഹമകറ്റുന്ന അനുഗ്രഹീതമായ ജീവജലമാണ്. ഈ ദൈവത്തിൻ്റെ വചനം ഓരോ ദിവസവും നമ്മെ ശക്തിയോടെ നടത്തുന്നു എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് ഈ വാക്യം എബ്രായ വിശ്വാസികളെ ഓർപ്പിക്കുമ്പോൾ അവരോട് ഓർപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനം പലപ്പോഴും കേട്ടത് ഒഴുകിപ്പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ അത് ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് നാം ചെയ്യേണ്ടത് അധികം ശ്രദ്ധയോടെ അതിനെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാണ്. ഈ ദൈവത്തിൻ്റെ വചനത്തിന് വളരെ പ്രാധാന്യം നൽകി നാം അത് ഹൃദയത്തിൽ സംഗ്രഹിക്കേണ്ടത് ആവശ്യമാണ്. എന്തുകൊണ്ട് വചനത്തിൻ്റെ കേൾവി നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്രദമായി തീരുന്നില്ല എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വ്യത്യസ്തമായിരിക്കുന്ന സാഹചര്യങ്ങളിൽ നാം അനുദിനവും ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നവരാണ്. ഈ കേൾക്കപ്പെടുന്ന വചനം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ഫലവത്തായി തീരുന്നു എന്നുള്ളതിനെക്കുറിച്ച് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ട് വചനം നമ്മുടെ ജീവിതത്തിൽ ഫലം നൽകുന്നില്ല? എന്തുകൊണ്ട് നമ്മൾ കേൾക്കപ്പെടുന്ന വചനം നമ്മുടെ ജീവിതത്തിൽ അത് ഫലവത്തായി തീരുന്നില്ല എന്നുള്ളതിനെക്കുറിച്ച് 1-2 കാര്യങ്ങൾ ഞാൻ വേഗത്തിൽ പറയുവാൻ താല്പര്യപ്പെടുന്നു. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെത്തിയിരിക്കാം. എബ്രായ ലേഖനം 4-ാം അധ്യായം 2-ാം വാക്യം നാം വായിക്കുമ്പോൾ എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അത് ഉപകാരപ്രദമായി തീരുന്നില്ല എന്നുള്ളതിന് ഒന്നാമത്തെ കാര്യം പൗലോസ് അവിടെ ഓർപ്പിക്കുന്നുണ്ട്. എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായ കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല എന്ന് നാം കാണുന്നു. എബ്രായ ലേഖനം 4-ാം അധ്യായം 2-ാം വാക്യമാണ് നാം വായിച്ചത്. വിശ്വാസമായി പരിണമിക്കായ കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. ദൈവത്തിൻ്റെ വചനം കേൾക്കുക മാത്രമല്ല, അത് നമ്മുടെ ഹൃദയത്തിൽ വിശ്വാസമായി പരിണമിക്കേണ്ടത് ആവശ്യമുണ്ട്. വിശ്വാസമായി പരിണമിച്ചുവെങ്കിൽ മാത്രമേ അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെടുവാനിടയാത്തിരിക്കുകയുള്ളൂ. പഴയ നിയമത്തിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ യോശുവ പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് അവിടെ ഒരു സ്ത്രീയെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമ്മുടെ കർത്താവിൻ്റെ വംശാവലി പട്ടികയിലേക്ക് ഉയർത്തപ്പെട്ട ഒരു സ്ത്രീയാണ് രാഹാബ് എന്ന് പറയുന്ന സ്ത്രീ. രാഹാബിൻ്റെ ചരിത്രം നമുക്കറിയാം. മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ ജനം പുറപ്പെട്ടു പോരുമ്പോൾ അവർ യെരിഹോമിനെ സമീപിക്കുമ്പോൾ ദൈവം യെരിഹോം പട്ടണം അവർക്ക് മുന്നിൽ അത് തകർത്ത് കളയുമെന്ന് ഇസ്രായേലിനോട് ഓർപ്പിക്കുന്നു.
ഈ എരിഹോം ഉറ്റുനോക്കുവാൻ വേണ്ടി അവിടെ 2 ഒറ്റുകാർ കടന്നു ചെന്നപ്പോൾ അവരെ ഒളിപ്പിച്ചു വെച്ച് അവരെ രക്ഷിച്ച സ്ത്രീയാണ് രാഹാബ്. എന്നാൽ അവൾ ദൈവത്തിൻ്റെ വചനം അവൾ കേട്ടത് അവിടെ ഹൃദയത്തിൽ വിശ്വാസമായി പരിണമിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. എരിഹോ നിവാസികളും രാഹാവും തമ്മിലൊരു വലിയ വ്യത്യാസം ഇവിടെ കാണുകയാണ്. ഇവർ എല്ലാവരും ഒരുപോലെയാണ് ദൈവത്തിൻ്റെ വചനം കേട്ടത്. എന്നാൽ ഈ സ്ത്രീയുടെ ജീവിതത്തിൽ കേൾക്കപ്പെട്ട ആ വചനം, ഈ ദൈവത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ അവൾ വിശ്വസിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. 2-ാം അധ്യായം 10-ാം വാക്യം നാം വായിക്കുന്നത്, നിങ്ങൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ യഹോവ നിങ്ങൾക്ക് വേണ്ടി ചെങ്കടലിലെ വെള്ളം വറ്റിച്ചതും യോർദാൻ അക്കരെ വെച്ച് നിങ്ങൾ നിർമ്മൂലമാക്കിയ സീഗോൻ, ഓഗ് എന്നീ 2 അമോര്യ രാജാക്കന്മാരോട് ചെയ്തതും ഞങ്ങൾ കേട്ടപ്പോൾ തന്നെ ഞങ്ങളുടെ ഹൃദയം ഉരുകി. മാത്രമല്ല ഇവിടെ നാം വായിക്കുന്നത് നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും ദൈവമാകുന്നു. ഈ ഒരു കേൾവി, ഇസ്രായേൽ ജനത്തിനു വേണ്ടി ദൈവം ചെയ്ത ആ വലിയ അത്ഭുത പ്രവൃത്തികളെക്കുറിച്ചുള്ള കേൾവി അവൾക്കൊരു കാര്യം ബോധ്യമാക്കി: ഈ ദൈവം ഏറ്റവും ഉന്നതനായ ദൈവമാണ്. ഈ ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് അവൾക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണമിടയായി തീർന്നു. എന്നാൽ എരിഹോ നിവാസികളാകട്ടെ, അവർ ഈ ദൈവത്തെ ഭയപ്പെടുവാൻ തക്കവണ്ണമിടയായി തീർന്നില്ല. ഇവിടെ കേൾവി, ദൈവവചനത്തിൻ്റെ കേൾവി രാഹാബിൻ്റെ ജീവിതത്തിൽ വിശ്വാസമായി പരിണമിക്കുവാനിടയായി തീർന്നു. അതവിടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാനിടയായി തീർന്നു. 2-ാമത്തെ കാര്യം എന്ന് പറയുന്നത് എബ്രായ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യമാണ്. 6-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: കേട്ടവർ അനുസരണക്കേട് നിമിത്തം പ്രവേശിക്കാതെ പോയാലും എന്ന് നാം കാണുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുക മാത്രമല്ല, അവയെ അനുസരിക്കുകയും വേണം. ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ വചനം കേൾക്കുക മാത്രമല്ല, ദൈവം മഹത്വം അവർ നേരിട്ട് ദർശിച്ചവരാണ്. ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികളെ അവർ കണ്ടവരാണ്. എങ്കിലും അവർ ജീവനുള്ള ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കുവാൻ മനസ്സ് വെച്ചില്ല. എൻ്റെ പ്രിയരെ, ഈ പ്രഭാതത്തിൽ നാം ദൈവത്തിന് മുമ്പാകെ ദൈവത്തിൻ്റെ വചനം നാം കേൾക്കുമ്പോൾ, ഈ നാളുകൾ നാം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, കേൾക്കപ്പെടുന്ന ദൈവത്തിൻ്റെ വചനം അത് നമ്മുടെ ജീവിതത്തിൽ അനുസരിക്കുവാൻ തക്കവണ്ണമിടയായി തീരണം. അനുസരണം എന്നുള്ളത്, ദൈവത്തിൻ്റെ വചനം അനുസരിക്കുക എന്നുള്ളത് വലിയ അനുഗ്രഹിക്കപ്പെട്ടതായ കാര്യം തന്നെയാണ്. 3-ാമത്തെ കാര്യം പറയുവാൻ ആഗ്രഹിക്കുന്നത്, അവരുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് ദൈവത്തിന് ഉപകാരപ്രദമായി തീരുന്നില്ല എന്ന് നാം ചിന്തിക്കുമ്പോൾ 7-ാം വാക്യം വായിക്കുന്നു. എബ്രായ ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യം, നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത് എന്ന് നാം വായിക്കുന്നു. ഇസ്രായേലിനെ കുറിച്ച് തന്നെ പറയുമ്പോൾ ഇവിടെ ഓർപ്പിക്കുന്നത്, അവർ ദൈവത്തിൻ്റെ വചനം കേട്ടിട്ട് അവരുടെ ഹൃദയം കഠിനമാക്കി. അവിടെ 7-ാം വാക്യം വായിക്കുന്നു, ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. ഇസ്രായേൽ ദൈവത്തിൻ്റെ വചനം കേട്ടിട്ടും അവരുടെ ഹൃദയത്തെ അവർ കഠിനമാക്കി. ദൈവവചനത്തിന് പ്രവർത്തിപ്പാൻ അവരുടെ ഹൃദയം ഒരുക്കി നൽകുവാൻ തക്കവണ്ണമിടയായിത്തീർന്നില്ല. നമ്മുടെ കർത്താവ് അത് ഓർപ്പിക്കുന്ന ഇങ്ങനെയാണ്. ആ ഉപമയായി പറയുമ്പോൾ വിതയ്ക്കപ്പെടുന്ന വിത്തിൻ്റെ ഉപമ ഓർപ്പിക്കുന്നുണ്ട്. ആ പാറയിലേക്ക് വീണ വിത്ത് അത് ആഴത്തിലേക്ക് വേരൂന്നി ഇറങ്ങുവാൻ കഴിയാതെ നാളുകൾ കഴിഞ്ഞു അത് ഉണങ്ങിപ്പോകുവാൻ തക്കവണ്ണമിടയായി തീർന്നു. ഒരുപക്ഷെ കേൾക്കപ്പെടുന്ന സമയത്ത് നമ്മുടെ ഹൃദയത്തിൽ ഒരു മാറ്റം ഉണ്ടായിരുന്നു വന്നേക്കാം. എന്നാൽ കഠിന ഹൃദയം മുഖാന്തരം ദൈവത്തിൻ്റെ വചനം നമ്മൾ അതേ ഫലം പുറപ്പെടുവിക്കുന്നില്ല എന്നുള്ളത് ഒരു വലിയ സത്യമത്രേ. പ്രിയരെ, ഇന്ന് ഈ പ്രഭാതത്തിൽ നാം ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പാകെ നാം ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നത്, കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനം അധികം ശ്രദ്ധയോടെ നമ്മുടെ ഹൃദയത്തിൽ നാം കരുതിക്കൊള്ളേണ്ടത് ആവശ്യമാണ്. ഈ വചന കേൾവി ഇന്ന് പ്രഭാതത്തിൽ നമ്മെ ചിന്തിപ്പിക്കുന്നതിനും ദൈവത്തെങ്കിലേക്ക് നമ്മുടെ ഹൃദയത്തെ കൂടുതൽ അടുപ്പിക്കുന്നതിനും ഇടയായി തീരട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും ധാരാളമായി സഹായിക്കുമാറാകട്ടെ.